പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് മെയ് 16-ാം തീയതി ശനിയാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന മുമ്പ് ഇതൊന്ന് കൂടിയിട്ട് പോണവരുണ്ട്. ഈശോയെ, അവർ മക്കളുടെ ഇന്നത്തെ മുഴുവൻ യാത്രകൾ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, നിത്യവൃത്തിക്ക് വകയില്ലാത്തവരുണ്ട്. എല്ലാ മേഖലകളിലും വിഷമിക്കുന്ന മക്കള്. ഇക്കാലങ്ങളിൽ ഏറ്റവും വലിയ ദുരന്തം ചെറിയവരെ തിരക്കാൻ ഉള്ള സംവിധാനങ്ങൾ പ്രവർത്തനക്ഷമമല്ല എന്നുള്ളതാണ്. ചിലർ പ്രത്യേക ഏജൻസിനെ വെച്ചുകൊണ്ട്
ഇവിടെ ദരിദ്രരില്ല, രോഗികളില്ല, ഇവിടെ എല്ലാം ഒന്നാം സ്ഥാനത്തെ കുതിക്കണം എന്നുള്ള ഒരു മിഥ്യാധാരണ വരുത്തിയിട്ട് അതിൻ്റെ പിന്നിൽ ഏറ്റവും ദരിദ്രനെയും ഓരം കെട്ടി കിടക്കുന്നവനെയും അവനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്ന ഒരു സാമൂഹ്യമായി അന്ധകാരം നാടിനെ വ്യാപിക്കുന്നുണ്ട് കർത്താവേ. അത് എല്ലായിടത്തും അതുണ്ട്, ഒരിടത്തും ഒരു സ്റ്റേറ്റിലും മാത്രമല്ല. ഈ രാജ്യത്ത് തന്നെ ഇങ്ങനെയുള്ള കുറേ ഏജൻസികൾ ഇരുന്നുകൊണ്ട് മിഥ്യാബോധങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾ അവലംബമില്ലാതെ ഉഴറുകയും തെറ്റായ തീരുമാനങ്ങൾ കാരണം ഉള്ള തൊഴിലിടങ്ങൾ വരെ അടച്ചു പൂട്ടുന്നതിൻ്റെ ഭീതിയിലിരിക്കുന്നു. എല്ലാം അടച്ചു പൂട്ടി ഇനിയിപ്പോൾ ആരോഗ്യ മേഖലയും സമരം ചെയ്ത് അടച്ചു പൂട്ടിക്കുകയാണ് തൽപര കക്ഷികൾ. ഓരോരോ കാരണങ്ങൾ പറഞ്ഞു. നാളെ ഈ രാജ്യത്ത് ഒന്നിനും മുതൽ മുടക്കാൻ ആരും ഉണ്ടാകത്തില്ല. അപ്പോഴും ഈ രാജ്യം ഒന്നാം സ്ഥാനത്താണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ വലിയ ഒരു രാഷ്ട്രീയ ഇരുട്ടിലും സാമൂഹ്യ ഇരുട്ടിലും ഒരു ജനത പെട്ടുപോകുന്ന അവസ്ഥ. ദൈവമേ, നിൻ്റെ മക്കളും രാജ്യം വിട്ടുപോകുന്നു. ഞങ്ങളുടെ ഭരണാധികാരികൾ ആര് തന്നെയാണോ ഈ രാജ്യത്തിന് ഈ നാടിന് ഭരിക്കാൻ പോകുന്നത്, അവർക്ക് ആര് ഭരിച്ചാലും അവർക്ക് സത്യസന്ധമായ മാർഗങ്ങൾ ജനങ്ങളുടെ ശ്രേയസ്സിനും എല്ലാവരെയും സന്ധിക്കാൻ ആവശ്യമായ മാർഗം കാണിച്ചു കൊടുക്കണം പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ വിഷ്ണു എന്ന് പറഞ്ഞൊരു മകനെ ഒരു സാക്ഷ്യം പറഞ്ഞ്, എൻ്റെ പേര് വിഷ്ണു രവിയ. വിഷ്ണു രവിയുടെ വിഷയം എന്ന് പറയുന്നത്, അവൻ പട്ടാളക്കാരനാണ്. പക്ഷെ പട്ടാളത്തിൽ ശമ്പളം അവൻ്റെ കടങ്ങൾ പരിഹരിക്കാൻ മാത്രമേ വലിയ ശമ്പളം കിട്ടണില്ല. അപ്പോൾ അവൻ എന്നാ ചെയ്തത്, ഒരു ദിവസം വിഷ്ണു 14 കൊല്ലമായി പട്ടാളത്തിലായിട്ട്, ചെറുപ്പക്കാരനാണ്, മിടുക്കനാണ്. ഇപ്പോൾ 14 കൊല്ലം കഴിഞ്ഞപ്പോൾ വിഷ്ണുവിന് തോന്നി, ആരോ പറഞ്ഞ്. അപ്പോൾ ഒരു കൂട്ടുകാരൻ ഒരു ദിവസം വിഷ്ണുവിനെ നാട്ടിൽ ലീവിന് വന്നപ്പോൾ ഒരു കൂട്ടുകാരെ കണ്ട്, നീ എവിടെ പോകണ്ടെന്ന് ചോദിച്ചു. ഞാൻ പരീക്ഷയാണ്, ആലപ്പുഴ ഒരു പള്ളിയിൽ പോകണം. അപ്പോൾ ഏത് പള്ളി? അത് കൃപാസനം പള്ളി. അപ്പോൾ നീ തന്നെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഇവനും കൂടി വന്ന് ഇവിടെ മുട്ടുകുത്തിയപ്പോൾ മാതാവ് അപ്പം തന്നെ അവന് ഭയങ്കര സിൻസിയറായിട്ടുള്ള ആളായ കാരണം മാതാവ് അവനെ തോണ്ടി. അതാണ് അവൻ പിന്നെ പോയിട്ട് തിരിച്ചു പോയെങ്കിലും ഇവിടെ കൂട്ടുകാരിവിടെ വന്നതാണ്. പക്ഷേ തിരിച്ചു പോയപ്പോൾ അവനൊരു കാശ്മീരിലാണ് വർക്ക് ചെയ്യണത്. ഒരു സാക്ഷ്യം കണ്ട്. സാക്ഷ്യം കണ്ടപ്പോൾ ഭയങ്കര പിന്നെ അയ്യോ ഇത്രയും വലിയൊരു സ്ഥലത്താണല്ലോ ഞാൻ പോയത് എന്ന് വിചാരിച്ചുകൊണ്ട്, മാതാവേ എനിക്ക് ലീവ് വേണം. അപ്പോൾ ലീവ് കിട്ടത്തില്ല, ലീവ് കഴിഞ്ഞ് ചെന്നതേ ഉള്ളൂ. മാതാവ്, ഞാൻ കൃപാസനത്തിൽ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അമ്മ എനിക്ക് ലീവ് തന്നെ വന്നും ഇവൻ മാതാവിനോട് പറഞ്ഞു. ആൾക്കാരെ ആരെങ്കിലും ഇപ്പോൾ രസമാണ് ഭയങ്കര ഈ മാതാവായിട്ട് ബന്ധമുള്ള ആൾക്കാർ എപ്പോഴും മാതാവിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ മാതാവിനോട് പറഞ്ഞ്, ഞാൻ കൃപാസനത്തിൽ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ലീവ് അനുവദിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് കിട്ടാറില്ല ശരിക്കും, ഇപ്പോൾ ലീവ് വന്ന് പോയതല്ലേ ഉള്ളൂ. അപ്പോൾ എന്നിട്ട് അതിന് പകരം ഞാൻ അവൻ ഉടമ്പടിക്ക് മുമ്പ് ഒരു പ്രീ കവനൻ്റ് ചെയ്ത് അമ്മയുമായിട്ട്, അമ്മ എനിക്ക് ലീവ് തരുമെങ്കിൽ ഞാൻ കൃപാസനത്തിൽ എത്തണ വരെ മീനും ഇറച്ചിയും ഉപയോഗിക്കത്തില്ലെന്ന് പറഞ്ഞു. അത് അവൻ്റെ ഒരു ഉടമ്പടിയാണ്. എനിക്ക് ഈ ആൾക്കാർ ചെയ്യണ കാര്യങ്ങളെ അവർ ഉടമ്പടി എടുത്തിട്ടില്ലൊക്കെ മാതാവുമായിട്ടൊരു ഉടമ്പടിയാണ്. അവന് ഒരു 3 ആഴ്ചയപ്പോൾ തന്നെ ലീവ് അനുഭവിച്ചു. എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. അവൻ ഇവിടെ വന്നു, ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ഏത് രാജ്യത്ത് പോകണമെന്ന് അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ ജർമ്മനി എന്ന് അവൻ്റെ മനസ്സിൽ തോന്നിച്ച്. അമ്മ തോന്നിച്ചാണ് വിചാരിച്ചിട്ട് അവനത് എഴുതി വെച്ച് അവൻ ഉടമ്പടി എടുത്ത്. പക്ഷെ ഉടമ്പടി എടുക്കുമ്പോൾ വിഷ്ണു ചെയ്ത കാര്യമാണ് പ്രശ്നം. വിഷ്ണു ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടി സീരിയസ് ആണെന്ന് വരുത്താൻ ഇപ്പം ചില ആൾക്കാർ കൃപാസനത്തിൽ വണ്ടി പോണേ എളുപ്പം എന്താന്ന് പറയുന്നില്ലേ, അതൊക്കെ ഉടമ്പടിയല്ലേ. ഇപ്പം ദൈവം വയ്യായ്മ കൃപാസനത്തിൽ പണി ഉണ്ടാക്കാൻ വന്ന പാർട്ടിയാണത്. പക്ഷേ ഇവൻ അങ്ങനെയല്ലേ, ഇവൻ സത്യസന്ധനാണ്.
ഇവൻ ഉടമ്പടിച്ച് എങ്ങനെയാണെന്നറിയോ, 2.5 ദിവസം എടുത്ത് ഈ കോതമംഗലത്ത് നിന്ന് കാൽനടയായിട്ടാണ് വന്നിരിക്കണത്. 80 കിലോമീറ്ററുണ്ട്. അവൻ രാത്രിയും നടക്കണ്. രാത്രി ഞാൻ പറയണേ, എനിക്ക് രാത്രി ഉറക്കം വരുന്നുണ്ട്. ഞാൻ എന്തായാലും നടന്ന് ഒരു ദിവസം ചെന്നപ്പോൾ എൻ്റെ കണ്ണ് തുറന്നപ്പോൾ നോക്കിയപ്പോൾ കുഴി. മാതാവ് എന്നെ കുഴിയിൽ നിന്ന് മാറ്റി. പിന്നെ ഞാൻ നടന്നു. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ ആൾക്കാരുടെ അവസ്ഥയെ. അവർ ദൈവത്തോട് സത്യസന്ധമായിട്ട് ഡീല് ചെയ്യണത്. അല്ല ദൈവത്തെ പരിപാടി അടയാളം കാണിക്കട്ടെ, എന്നിട്ട് ഞാൻ അടുത്തത് പത്രം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഈ മതപ്പനിക്കാർ വന്ന് ഉടമ്പെടുക്കണില്ലേ, അതുപോലുള്ള പരിചാരികളുടെ കാലം കൃപാസനത്തിൽ കഴിഞ്ഞിരിക്കണം തോന്നുന്നു. ഇപ്പോൾ വന്ന ആൾക്കാരെല്ലാം ഇടിവെട്ട ആൾക്കാരാണ്. അവർ വന്നിട്ട് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും? പിന്നെ പോയി 2ാം പ്രാവശ്യം വരുമ്പോൾ അമ്മയുടെ അടുത്ത് കുറച്ച് ദിവസം നിൽക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വാടക നിന്നിട്ട് ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്യായിരുന്നു. അതിനുശേഷം പിന്നെ 150 പത്രം മേടിച്ച് പിന്നെ ഇവിടുന്ന് നടന്ന് കോതമംഗലം വരെ പോയി അവിടെ നിന്നുള്ള 150 പത്രം ആൾക്കാരൊക്കെ പറഞ്ഞ് കൊടുത്തു. എന്ത് സ്പീഡാണ് ആളിപ്പോൾ ഞായറാഴ്ച ഇത് പറയേണ്ട സമയത്ത് അവൻ ജർമ്മനിലേക്ക് പോവുകയാണ്. ഭൗതിക കാര്യങ്ങൾ നേടാൻ വേണ്ടി ദൈവത്തിൻ്റെ അടുത്ത് ഇങ്ങനെ അഭ്യാസം കാണിക്കണം എന്നല്ലേ പറയണത്. ഇതിൻ്റെ പിന്നിലെല്ലാം ഒരു ആത്മാർത്ഥമായ റിലേഷൻസ് ഇവർ കീപ്പ് ചെയ്യുന്നുണ്ട്. ദൈവത്തെ പരീക്ഷിക്കാൻ പറ്റുന്നവൻ കുറച്ച് വലച്ചിൽ അനുഭവിക്കുന്നവരെന്നല്ലാതെ സത്യസന്ധമായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം സമീപസ്ഥനാണ്. സങ്കീർത്തനം 145:18 തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയ പരമാർത്ഥത. അതാണ് വിഷയം. ഹൃദയ പരമാർത്ഥതയെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. അപ്പോൾ ഉടമ്പടി നമ്മൾ കാണിക്കേണ്ടത് ഈ പരമാർത്ഥതയാണ്. പരമാർത്ഥത പ്രവർത്തനങ്ങളിലൂടെ തെളിയിക്കണം. എന്നാൽ പിന്നെ ഒരു പ്രശ്നവും ഇല്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.